ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്ത്യൻ IT സെക്ടറിലെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡിമാൻഡ് സ്ലോ ഡൗൺ, സ്പെൻഡിങ് കാർഡ്സ്, അങ്ങനെ പലതും. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് IT കമ്പനികളാണ്. അപ്പോൾ നിലവിൽ ഈ രണ്ട് കമ്പനികൾ 52-week ഹൈൻ്റെ താഴെയാണ്. പക്ഷേ ഇവരുടെ ബാലൻസ് ഷീറ്റ്, ബിസിനസ് മോഡൽ, അതിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എല്ലാം ഓൺ പോയിന്റ് ആണ്. സോ ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് ഓറിയൻ പ്രോ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ 1997 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. ഓറിയൻ പ്രോ ഒരു ഗ്ലോബൽ ടെക് കമ്പനിയാണ്. അപ്പോൾ ഇവർ BFI സെക്ടറിന് വേണ്ടി ഇവർ മെയിൻലി സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, അതിൽ കൺസൾട്ടിംഗ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു കമ്പനി മാർക്കറ്റിൽ അവർ 52-week ഹൈയിൽ നിന്ന് 29.4% ഡൗൺ ആണ്. അപ്പോൾ കമ്പനിക്ക് രണ്ട് മെയിൻ വെർട്ടിക്കൽസ് ആണുള്ളത്. ആദ്യത്തെ ബാങ്കിങ് ആൻഡ് ഫിൻടെക് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കമ്പനി ക്യാപിറ്റൽ മാർക്കറ്റ്, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബാങ്കിങ്, അതിൽ ട്രഷറിക്കായിട്ട് ഓട്ടോമേഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ട്രാൻസാക്ഷൻ ബാങ്കിങ് പ്ലാറ്റ്ഫോം, ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ സെൽഫ് സർവീസ് കിയോക്സ്. അപ്പോൾ ഇവിടെ നിന്നുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ വരുന്നത് ഏകദേശം 57%. ഇനി രണ്ടാമത്തെ വെർട്ടിക്കൽ വരുന്നത് ടെക്നോളജി ഇന്നോവേഷൻ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് സ്മാർട്ട് മൊബിലിറ്റി, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ ഫൈനാൻസിങ്, അതുപോലെ ഡേറ്റാ സെന്റർ സൊല്യൂഷൻസ് പോലത്തെ സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ബാക്കി 43% റവന്യൂ കോൺട്രിബ്യൂഷൻ ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് 14-ലധികം രാജ്യങ്ങളായിട്ട് 350-ലധികം ക്ലയന്റ് ബേസ് ഉണ്ട്. അതുപോലെ 90%-ലധികം റവന്യൂ ഇന്ത്യ, അതുപോലെ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 പ്രകാരം കമ്പനിയുടെ റവന്യൂ 261.6 കോടിയിൽ നിന്ന് 336.8 കോടിയായി. അതായത് ഇയർ ഓവർ ഇയർ 28.7% ഗ്രോത്ത്. ബാങ്കിങ് സെഗ്മെന്റ് 192 കോടി റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇയർ ഓവർ ഇയർ 31% ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ കാര്യം പുതിയ കസ്റ്റമേഴ്സിന് നേടിയത് വഴിയും അതുപോലെ തന്നെ നിലവിലെ ഓർഡർ ബുക്ക് എക്സിക്യൂഷനിൽ നിന്നാണ്. അപ്പോൾ മെയിൻലി ട്രാൻസാക്ഷൻ ബാങ്കിങ്. അപ്പോൾ ടോപ്പ് ലൈൻ്റെ ഒപ്പം തന്നെ എക്സ്പെൻസ് ഇവിടെ കൂടി. ഇയർ ഓവർ ഇയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 30.3% കൂടി 268.7 കോടി എത്തി. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും ഇയർ ഓവർ ഇയർ 28.6% കൂടി. സെയിൽസിന്റെ 41.17% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന കമ്പനി പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അതുപോലെ നിലവിലുള്ള എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് കൂടുതൽ സാലറിയും ബെനിഫിറ്റും ഒക്കെ അവർ കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പം കമ്പനി പുതിയ മാർക്കറ്റിലേക്ക്, അതായത് യൂറോപ്പ്, നോർത്ത് ഏഷ്യ, അതുപോലെ ആഫ്രിക്കയിലേക്ക് സെയിൽസ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ചെറിയ സ്റ്റെപ്സ് അല്ല അവരെടുത്ത് അവർ ഡയറക്റ്റ് ഫുൾ സെയിൽസ് ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് റിലേറ്റഡ് എക്സ്പെൻസ് കഴിഞ്ഞ വർഷത്തേക്കാളും 70 മുതൽ 80% വരെ കൂടി. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രിമെന്റൽ ഹയറിംഗിന് പകരം സ്റ്റെപ്പ് ജംപ് അപ്രോച്ച് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 68.06 കോടി എത്തി. ഇയർ ഓവർ ഇയർ 22.8% ഗ്രോത്തോടെ. എന്നാൽ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇയർ ഓവർ ഇയർ 97 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 20.24% എത്തി. ഇവിടെ അതർ ഇൻകം വളരെ കുറവായിരുന്നു. അതുപോലെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂടിയെങ്കിലും കമ്പനിയുടെ മെയിൻ ബിസിനസ് നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 50.6 കോടിയായി. അതായത് 13% ഗ്രോത്ത് കാണിച്ചു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ മാനേജ്മെന്റ് ഇവിടെ 20 മുതൽ 22% എബിറ്റ മാർജിൻ ഗൈഡൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 15 മുതൽ 16% പാറ്റ് മാർജിൻ ഗൈഡൻസും. അപ്പോൾ ഇത് കാരണം സോഫ്റ്റ്വെയർ എബിറ്റ മാർജിൻ 83.9% നിന്ന് 85.2% കൂടി. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുന്നത് ഒരു ഹൈ മാർജിൻ ബിസിനസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഫോക്കസ് വളരെ ക്ലിയർ ആണ്. കമ്പനി അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു യൂണിക് AI ടെക്നോളജി ബേസ് ഉണ്ടാക്കിയിട്ട് പല ഇൻഡസ്ട്രീസിനായിട്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് AI ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ Arya.ai എന്ന കമ്പനിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവർ ബിൽഡ് ഫോർ പർപ്പസ് AI മോഡൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് റിയൽ ഓട്ടോമേഷൻ നൽകും, ജസ്റ്റ് പബ്ലിക് LLM API കോൾ മാത്രമല്ല. അപ്പോൾ ഇതിനൊരു തെളിവുണ്ട്. ഇപ്പോൾ ഒരു UK ക്ലയന്റ് കോമ്പറ്റേറ്ററിന്റെ AI പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിർത്തിയിട്ട് ഓറിയൻ പ്രോയിലേക്ക് മാറി, ബെറ്റർ ആക്യുറസി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിലെ പ്രൊഡക്റ്റ് മാപ്പിൽ വരുന്നതാണ് ലെൻഡിംഗ് സെഗ്മെന്റിൽ റീറ്റെയിൽ ആൻഡ് SMEക്ക് വേണ്ടി AI ലെഡ് ഒറിജിനേഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്തു. കൂടാതെ ഒരു AI ഫസ്റ്റ് ലോൺ മാനേജ്മെന്റ് സിസ്റ്റവും തുടങ്ങി. പിന്നെ ട്രാൻസാക്ഷൻ ബാങ്കിങ് സെഗ്മെന്റിൽ സപ്ലൈ ചെയിൻ ഫൈനാൻസ് എക്സ്പാൻഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ഫൈനാൻസിലും ഫിൻട്ര അക്വിസിഷൻ വഴി കംപ്ലീറ്റ് ഫ്രണ്ട് ടു ബാക്ക് സ്യൂട്ടും ഉണ്ട്. 2026 ഫൈനാൻഷ്യലിലെ ടാർഗറ്റ് 30%-ലധികം റവന്യൂ ഗ്രോത്ത് ആണ്. ഇതിനുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ ഫിനിക്സും മറ്റുള്ള ഇൻഓർഗാനിക് പ്ലേയേഴ്സിൽ നിന്ന് വരും. 1400 കോടിയുടെ സ്ട്രോങ് ഓർഡർ ബുക്കും അതുപോലെ ഹെൽത്തി പൈപ്പ് ലൈനും ഈ ഒരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്യാഷ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ 2021 ഫൈനാൻഷ്യലിൽ 6.3% നിന്ന് 2025 ഫൈനാൻഷ്യലിൽ ഓൾമോസ്റ്റ് 19%. ഇനി നമ്മൾ CFO നമ്മൾ നോക്കുകയാണെങ്കിൽ 0.06 അതുപോലെ 0.11 ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം 2021 മാർച്ച് ലെവലാണ് ഉള്ളത്. അപ്പോൾ ഇത് മെയിൻലി ട്രേഡ് റിസീവബിൾസിൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്വിങ്സും കൂടിയ പേയബിൾസും കൊണ്ടാണ്. ഇനി നമ്മൾ റേഷ്യോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ROC 19% നിന്ന് 15% കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം ഇക്വിറ്റി ബേസ് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ROCയുടെ ഡിനോമിനേറ്ററായ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂടി. ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. മെയിൻലി സ്പെഷ്യലൈസ്ഡ് ബാങ്കിങ് ടെക് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ ടെമിനോസ് അല്ലെങ്കിൽ ഇന്റലക്ട്.
അപ്പോൾ ഏഷ്യയിൽ വിൻ റേറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ പോലെ ഇവർ എല്ലാ കോമ്പറ്റേറ്റേഴ്സിനും ഒന്നിച്ച് കിട്ടിയതിനേക്കാളും കൂടുതൽ ഡീൽസ് അവർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റർപ്രൈസ് AI സൈഡിൽ C3.ai അല്ലെങ്കിൽ പാലൻഡറിൽ FI സെഗ്മെന്റിലെ ഡയറക്റ്റ് കോമ്പറ്റേറ്റർ അല്ല. അപ്പം Arya.ai ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഗ്രേഡ് FI സ്പെസിഫിക് AI സ്റ്റാക്ക് ആണ്. എന്നാൽ ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റിസ്ക് വരുന്നത് ഷോർട്ട് ടേം മാർജിൻ പ്രഷർ ആണ്. ഇപ്പോൾ കമ്പനി ഇപ്പോൾ വലിയ എമൗണ്ട് സെയിൽസ് അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടേം പ്രോഫിറ്റ് കുറയും. പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്തിന് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. കൂടാതെ സെയിൽസ് ടീമിന് ഒരു 12 മുതൽ 18 മാസം എടുക്കും പുതിയൊരു സ്ഥലത്ത് ഒരു മെറ്റീരിയൽ റവന്യൂ ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത റിസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ റിസ്ക് ആണ്. ഇപ്പോൾ നേറ്റീവ് പ്രൊഡക്ട്സ് അതിൽ ഇന്റർനാഷണൽ എക്സ്പാൻഷന്റെ വലിയ വിജയം എന്ന് പറയുന്നത് മാർക്കറ്റ് അക്സെപ്റ്റൻസ് അതിൽ എക്സിക്യൂഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ഹൈ അട്രീഷൻ റേറ്റ് ഇൻ ന്യൂ എംപ്ലോയീസ് ആണ്. 2024 ഫൈനാൻഷ്യൽ പ്രകാരം 4 വർഷത്തിൽ താഴെ സർവീസ് ഉള്ള എംപ്ലോയീസിന്റെ അട്രീഷൻ റേറ്റ് പെർ ആനം 30.48%. അപ്പോൾ ഇത് ഇൻഡസ്ട്രി ആവറേജ് ആയ 15%-നേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? പുതിയ എംപ്ലോയീസ് അല്ലെങ്കിൽ ജൂനിയേഴ്സ് ഒക്കെ കമ്പനി വിട്ടു പോകുന്നത് വലിയ റേറ്റിൽ തന്നെയാണെന്നാണ് ഇത് കാണിക്കുന്നത്. സോ ഇത് കമ്പനിയുടെ ഏർലി എൻഗേജ്മെന്റ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ പോളിസി സ്ട്രോങ് അല്ല എന്നാണ് പോയിന്റ് ചെയ്യുന്നത്. പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി മോഡലാണ്. ഇപ്പോൾ ഡെയിൽ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിംഗ് 120 ദിവസത്തിൽ നിന്ന് 95 ദിവസമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ IG സെഗ്മെന്റിൽ ഇപ്പോഴും സൈക്കിൾ 150 മുതൽ 180 ദിവസമാണ്. അതേസമയത്ത് ഇൻഡസ്ട്രി മീഡിയൻ 65 ദിവസമാണ്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വന്ന് പേഴ്സിസ്റ്റന്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ IT സർവീസ് കമ്പനിയാണ്. അപ്പോൾ ഇവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതിൽ ഡിജിറ്റൽ സ്ട്രാറ്റജി സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലയൻസിന് അവരുടെ ബിസിനസ് മോഡർണൈസ് ചെയ്യാനും പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാനും അതുപോലെ AI ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ്, CX ആൻഡ് ഡിസൈൻ ലെഡ് ട്രാൻസ്ഫോർമേഷൻ, ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ പലതുമാണ്. അപ്പോൾ ഇവർക്ക് 21-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 80% റവന്യൂ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വന്നത്. അതേസമയത്ത് ഇന്ത്യയുടെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 10% മാത്രമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈയിൽ നിന്ന് 25% താഴെയാണുള്ളത്. ഇനി നമ്മൾ വെർട്ടിക്കൽസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ BFSI ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കവർ ചെയ്യുന്നതാണ് ക്ലൗഡ് ബാങ്കിങ്, ലോൺ ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം മാനേജ്മെന്റ്. അപ്പോൾ റവന്യൂ കോൺട്രിബ്യൂഷന്റെ ഓൾമോസ്റ്റ് 33.9%. അടുത്ത് വരുന്നത് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധ കൊടുക്കുന്ന മൊബൈൽ ഹെൽത്ത് കെയർ റവന്യൂ മാനേജ്മെന്റ് ടൂൾസ് ആണ്. അപ്പോൾ 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ സോഫ്റ്റ്വെയർ ഹൈടെക് ആൻഡ് എമർജിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ഓൾമോസ്റ്റ് 40.8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനി 3334 കോടി സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ 21.8% ഗ്രോത്തോടെ. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ ആയിട്ട് വന്ന് BFI സെഗ്മെന്റിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് 30.7% ഗ്രോത്തും പിന്നെ ടെക് ആൻഡ് എമർജിംഗ് വെർട്ടിക്കലിൽ നിന്ന് 14% ഗ്രോത്തും വന്നുകൊണ്ടാണ്. കൂടാതെ യൂറോപ്പ് 37% വളർന്നു. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക 17% വളർന്നു. ഇനിയിപ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് 19.2% വളർന്നു. എന്നാൽ റവന്യൂ ഇതിൽ സ്പീഡിൽ കൂടിയതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ IT കമ്പനിയുടെ ഒരു മെയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയി കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് 16% വളർന്ന് 1826 കോടി എത്തി. എന്നാൽ സെയിൽസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 270 ബേസിസ് പോയിന്റ് കുറഞ്ഞിട്ട് 54.8% എത്തി. അപ്പോൾ മാനേജ്മെന്റ് പറയുന്ന പോലെ ഇതിന്റെ ഒരു മെയിൻ റീസൺ അൺസർട്ടൺ ബിസിനസ് സിനാരിയോ കൊണ്ട് വേജ് ഹൈക്ക് ഡിലേ ചെയ്തതാണ്. അപ്പോൾ അത് എക്സ്പെൻസ് ഗ്രോത്ത് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തു. അതേസമയത്ത് കമ്പനിയുടെ ED ആൻഡ് CEO ആയ മിസ്റ്റർ സന്ദീപ് കാൽറയുടെ റെമ്യൂണറേഷൻ ഡബിളായി 150 കോടി എത്തി. അപ്പോൾ ഇത് സ്റ്റോക്ക് ഓപ്ഷനും ഇൻക്ലൂഡ് ചെയ്യും ഇതിൽ. എന്നാൽ ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 34.5% കൂടി 612 കോടി എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 174 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി 18.4% എത്തി. അതർ ഇൻകം 77.4% കൂടി 55 കോടി എത്തി. അപ്പോൾ ഈ ഒരു ഫാക്ടർ എല്ലാം കാരണം നെറ്റ് പ്രോഫിറ്റ് 38.8% വളർന്നു. അതിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 157 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ചെയ്ത് 12.75% എത്തി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്കും കോമ്പറ്റീഷൻ നോക്കാം. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ഏകദേശം 4500 കോടിയായിരുന്നു. അപ്പോൾ ന്യൂ ബുക്കിംഗ്സ് ടോട്ടൽ കോൺട്രാക്ട് വാല്യൂയിലേക്ക് 3000 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ബുക്ക് ടു ബിൽ റേഷ്യോ ഇപ്പം 1.3 to 1.4x നോർമലൈസ് ചെയ്തു. ഹിസ്റ്റോറിക്കൽ റേഷ്യോ 1.5 to 1.6x ആയിരുന്നു. ഇപ്പം മാനേജ്മെന്റ് പറയുന്നത് അവർ ശ്രദ്ധ ഇപ്പോൾ എക്സിക്യൂഷനിലേക്കാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കഴിഞ്ഞ 2 വർഷത്തിൽ ട്രേഡ് റിസീവബിൾ ഗ്രോത്ത് സെയിൽസിന്റെ താഴെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം കളക്ഷൻ അണ്ടർ കൺട്രോൾ ആണെന്നാണ്. അപ്പോൾ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 17000 കോടിയുടെ റവന്യൂ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് 19% CAGR ആണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 28% ആയതുകൊണ്ട് ഈ ഒരു ടാർഗറ്റ് പോസിബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതായത് 2026 ഫൈനാൻഷ്യൽ മാർക്കറ്റ് പെർസിസ്റ്റന്റ് ഇതുപോലെ തന്നെ ഒരു 53 എന്ന പീക്ക് കൊടുക്കുകയാണ്. അതിൽ നെറ്റ് മാർജിൻ ഒരു 11 മുതൽ 12% നിൽക്കുകയാണെങ്കിൽ ഇംപ്ലൈഡ് മാർക്കറ്റ് ക്യാപ്പ് 82,786 കോടി അതുപോലെ തന്നെ 90,100 കോടിയുടെ ഇടയ്ക്കാവും. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പായ 80,580 കോടി എന്ന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് ജസ്റ്റ് ഒരു 2.7 മുതൽ 10.6% അപ്സൈഡ് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വാല്യൂഷൻ അതിൽ സെന്റിമെന്റ് സെയിം ആയിട്ട് നിന്നാൽ മാത്രമാണ്.
ഇപ്പം ഗ്രോത്ത് സ്ലോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ പി ഇ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് എന്താണ് ടോട്ടലി ഇല്ലാണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഒരു മാർജിൻ ചെക്കാണ്. ഫോക്കസ് പ്ലസ് ഡേറ്റ ഫ്ലെക്സ് അല്ലെങ്കിൽ സ്നോ ഫ്ലെക്സ് പോലുള്ള പാർട്ട്ണർഷിപ്പ് യൂസ് ചെയ്ത് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ സർവീസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഡേറ്റ ആൻഡ് മോഡേണൈസേഷനിൽ ഇപ്പോൾ പേഴ്സിസ്റ്റന്റ് സാസ്വ 3.0 ലോഞ്ച് ചെയ്തു എഞ്ചിനീയറിംഗ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ഡിജിറ്റൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനി ഇൻഷുറൻസ് അണ്ടർറൈറ്റിംഗ് പോലുള്ള ഇൻഡസ്ട്രി സ്പെസിഫിക് ഏജന്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് സെയിൽസ് ഫോഴ്സ് പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ ഫോർച്യൂൺ 1000 കമ്പനീസും അല്ലെങ്കിൽ ജെൻ അഡോപ്ഷനിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് നല്ലപോലെ കൂടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിക്ക് പല ക്ലയൻസിൽ നിന്നും ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കമ്പനി ടോപ്പ് 5 കസ്റ്റമേഴ്സ് കഴിഞ്ഞ വർഷത്തേക്കാളും 23% ബിസിനസ് കൊടുത്തു. അതുപോലെ ടോപ്പ് 100 കസ്റ്റമേഴ്സ് 22.4% വളർന്നു. ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെ ഇവിടെ. അപ്പോൾ 650 കോടിയിലധികം റവന്യൂ കൊണ്ടുവന്നവര് 3 നിന്ന് 4 കൂടി. പിന്നെ 40 CR+ കാറ്റഗറിയിലുള്ള ക്ലയൻസ് 41 നിന്ന് 56 കൂടി. ഇപ്പോൾ ഇവിടെ ക്ലയന്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വളരെ ടോപ്പ് ലെവലാണ്. ലോകത്തെ ടോപ്പ് 5 ടെക് ഫേംസിലെല്ലാം പേഴ്സിസ്റ്റന്റ് കസ്റ്റമേഴ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് US അതുപോലെ ഇന്ത്യൻ ബാങ്ക്സിൽ 5-ൽ 4 അവരുടെ ക്ലയൻസ് ആണ്. കൂടാതെ ഫോർച്യൂൺ 50-ൽ 20 കമ്പനീസും അവരുടെ ക്ലയൻസ് ആണ്. അപ്പോൾ യൂട്ടിലൈസേഷനും 88.7% ഇംപ്രൂവ് ആയി. അപ്പോൾ ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മാനേജ്മെന്റ് കംഫർട്ടബിൾ ആണ്. ഇനി ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ CFO 11.1% ഡിക്ലൈൻ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ 28.9% ഗ്രോത്ത് ഉണ്ടാക്കി 2292 കോടി എത്തി. പക്ഷേ എന്തുകൊണ്ടാണ്? മെയിൻ ചേഞ്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റത്തിൽ നിന്നാണ് വന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ ഇൻക്രീസ് പേബിൾസ് 68.25% കുറഞ്ഞു. കൂടാതെ അതർ ഫൈനാൻഷ്യൽ അസറ്റ്സും കുറഞ്ഞു. അപ്പോൾ ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് കൺവേർഷൻ കുറഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ കമ്പനി അവരുടെ ROC, ROE അതിൽ മാർജിൻ എല്ലാം അവരുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും മുന്നിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്ട്രോങ് ക്യാപിറ്റൽ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ കൊഫോജ് അതിൽ എംഫസിസ് ക്യാഷ് ഫ്ലോ കൺവേർഷനിൽ കുറച്ച് ബെറ്റർ ആണ്. എന്നാൽ പേഴ്സിസ്റ്റന്റ് പ്രീമിയം വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. കമ്പനിയുടെ CFO/NP റേഷ്യോ 1.63 നിന്ന് 0.83 ആയിട്ട് സ്ലൈഡ് ചെയ്തു. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് വളർന്നു, പക്ഷേ ക്യാഷ് കൺവേർഷന്റെ സ്പീഡ് കുറഞ്ഞു. അതുപോലെ 80% വരുമാനം നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ US നിന്നുള്ള കറൻസി ഫ്ലക്ച്വേഷനും അതിൽ ടാക്സേഷനും ഒക്കെ മെറ്റീരിയൽ ആയിട്ട് നമ്മളോട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ Q1 ഫൈനാൻഷ്യൽ 2026 അട്രീഷൻ റേറ്റ് 13.9% എത്തി. ഇപ്പോൾ Q4 ഫൈനാൻഷ്യൽ 2025 12.9% ആയിരുന്നു. അതിൽ Q1 ഫൈനാൻഷ്യൽ 2025 11.9% ആയിരുന്നു. ഇപ്പോൾ മാക്രോ അൺസർട്ടനിറ്റി കാര്യം വേജ് ഹൈക്ക് ഡിലേ ആയി. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസ് സപ്ലൈ ചെയിന് ചൈനയെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ താരിഫ് റിസ്ക് ഇവിടെ ഉണ്ടാവാം. സോ ഇതാണ് 52 വീക്ക് ഹൈൻ്റെ താഴെ ട്രേഡ് ചെയ്യുന്ന 2 IT സ്റ്റോക്സ്. അപ്പോൾ ഇവരുടെ ഫണ്ടമെന്റൽസ് സോളിഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോക്സിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ലാന്ന കാര്യം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതൊരു ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.